ചരിത്ര പ്രസിദ്ധമായ ഭീമാപള്ളി ഉറൂസിന് തുടക്കം. പട്ടണ പ്രദക്ഷിണത്തിന് പിന്നാലെ കൊടിയേറിയതോടെ 10 ദിവസത്തെ ഉത്സവത്തിനാണ് തുടക്കമായത്. രോഗശാന്തിയും മനഃശാന്തിയും തേടി നിരവധി പേരാണ് ഭീമാപള്ളിയിലേക്ക് എത്തുന്നത്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവർ. ഈ ഏഷ്യാനെറ്റിൽ ഞാൻ കണ്ടൊരു വാർത്തയാണിത്. അതായത് രോഗശമനത്തിനും അതേപോലെ ആഗ്രഹ സഫലീകരണത്തിനും വേണ്ടിയിട്ട് ഭീമാപള്ളിയിൽ പോകുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ ഭീമാപള്ളിയുടെ ഉറൂസ് നടക്കുകയാണ്. സത്യത്തിൽ എന്തൊക്കെയാണ് ശരിക്കും അങ്ങനെ ഒരു രോഗശമനത്തിന് വേണ്ടി പോകുന്ന ഒരു ഹോസ്പിറ്റലാണോ അല്ലെങ്കിൽ ആത്മീയ ചികിത്സയാണോ ഈ ഭീമാപള്ളിയിൽ നടക്കുന്നത്? എന്താണ് ഭീമാപള്ളിയുടെ ചരിത്രം? നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഭീമാപള്ളിയിൽ പോയ ആളുകളുണ്ടോ? ഞാൻ എൻ്റെ ലൈഫിൽ ഒരു തവണ പോയിട്ടുണ്ട്. എൻ്റെ വൈഫിൻ്റെ വീട്ടുകാരൊക്കെ ഉൾപ്പെടുന്ന ഒരു സംഘം എൻ്റെ വിവാഹം കഴിഞ്ഞ ഒരു ആദ്യത്തെ 1-2 വർഷങ്ങൾക്കിടയിലാണ് അവിടെ പോയിട്ടുള്ളത്. ഭീമാപള്ളിയിലെ ഉത്സവം നടക്കുന്ന ഒരു സമയമാണ് ഡിസംബർ 3 മുതൽ 13 12 ദിവസം വരെ. എനിക്കവിടെ ഒരിക്കൽ കൂടി വരണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും നമുക്ക് അവിടെ താമസിക്കാനൊക്കെ ഒരു സ്ഥലം മറ്റൊക്കെ സൗകര്യപ്പെടുത്തുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അറിയിക്കുകയാണെങ്കിൽ ആ ഉറൂസൊക്കെ ഒന്ന് കാണുന്നുണ്ട്. എന്താണ് സത്യത്തിൽ അങ്ങനെ ഒരു ചികിത്സക്കുള്ള ഒരു ആത്മീയ ചികിത്സയാണോ ഭീമാപള്ളിയിൽ നടക്കുന്നത്? ഇന്ന് ഈ ഭീമാപള്ളിയുടെ ചരിത്രമാണ്. ചരിത്രം അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. അതായത് ഹിജ്റ 857 കാലയളവിൽ, അതായത് ഒരു 1400കളിൽ, ഇപ്പോൾ 2024 1400കളിലെ മക്കയിലെ ഖുറൈശി കുടുംബത്തിൽപ്പെട്ട ഈ ഒരു ഭീമാ ബീവി എന്ന് പേരുള്ള ഉന്നതയായ ഒരു ഹബീബായ നബിയുടെ കുടുംബത്തിൽപ്പെട്ട സയ്യിദത്തായ ഒരു ഉമ്മയും അവരുടെ ഒരു മകനും പാർത്തിരുന്നു. അപ്പൊ ഇവർക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നു, അബ്ദുൽ ഗഫാർ. അവര് വിവാഹം കഴിഞ്ഞ് ഇവർക്കൊരു കുഞ്ഞ് ജനിച്ചു. മാഹീൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്നാണ് ആ കുഞ്ഞിന്റെ പേര്. അങ്ങനെ ആ കുഞ്ഞൊക്കെ ജനിച്ച് കുറഞ്ഞ കാലയളവാകുമ്പോഴേക്ക് അദ്ദേഹം മരണപ്പെട്ടു പോയത്രേ. വളരെ സ്വാത്വികരായ ഒരു സൂഫി വര്യനായിരുന്നു ഇവരുടെ ഭർത്താവ് അബ്ദുൽ ഗഫാർ. അതോടൊപ്പം ഈ ഒരു മഹതിയായ ഭീമാ ബീവിയും അതേപോലെ സ്വാത്വികയായ ഒരു സ്ത്രീ കൂടിയായിരുന്നു. അങ്ങനെ അവരൊരു സ്വപ്നം കണ്ടു. ഹബീബായ നബി വന്ന് പറയുന്നതാണ് ആ സ്വപ്നത്തിൽ കണ്ടത്, നിങ്ങൾ മതപ്രചരണം നടത്താൻ വേണ്ടിയിട്ട് വിവിധ നാടുകൾ സന്ദർശിക്കുക, ഇന്ത്യയിലേക്ക് പോവുക എന്നൊക്കെയായിരുന്നു അത്ര ആ സ്വപ്നം. അങ്ങനെയാണ് അവർ പായക്കപ്പലിൽ എവിടെ വരുന്നത്? കേരളത്തിൽ വരുന്നത്. അങ്ങനെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ മതപ്രചരണങ്ങളും ചികിത്സയും നല്ലൊരു ചികിത്സകയായിരുന്നു ഈ ഒരു ഭീമാ ബീവിയും അതേപോലെ ഇവരുടെ മകൻ മാഹീൻ അബൂബക്കറും. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇവർ നടന്നു. ഇവരുടെ അടുത്ത് വന്നിട്ട് മരുന്നുകൾ കൊടുക്കുമ്പോൾ ആളുകളുടെ അസുഖങ്ങൾ വേഗത്തിൽ മാറുമായിരുന്നു. ആത്മീയതയും മരുന്നുകളൊക്കെ അടങ്ങുന്ന ചികിത്സയായിരുന്നു ഈ ഭീമാ ബീവിക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ഈ ഉമ്മയും മകനും അങ്ങനെ നടന്നു. വളരെ സ്നേഹമായിരുന്നു ഈ ഉമ്മയും മകനും തമ്മിലുണ്ടായിരുന്നത്. അങ്ങനെയാണ് തിരുവല്ല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവർ പിന്നീട് സ്ഥിരതാമസമാക്കിയത്. അവിടെ ഇവരെ കാണാൻ വേണ്ടി 100 കണക്കിന് ആളുകൾ തടിച്ചുകൂടാൻ തുടങ്ങി. എല്ലാവർക്കും ഓരോരോ പ്രയാസങ്ങളുണ്ട്. ആത്മീയമായ ചികിത്സകളും ഇവരുടെ സാന്നിധ്യം തന്നെ ഒരു വലിയ ശിഫയായിട്ട് മാറാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് ആളുകൾ പിന്നീട് അതുമൂലം ഇസ്ലാമിലേക്ക് കടന്നു വരാനും തുടങ്ങി. അങ്ങനെ ആളുകൾ മുഴുവനും ഇസ്ലാമിലേക്ക് വരുമ്പോഴാണ് 1400കൾ അന്നത്തെ രാജാവ് തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മക്ക് ഇതൊരു വലിയ പ്രശ്നമായിട്ട് മാറി. ഇവരെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് തുരത്തി ഓടിക്കണം എന്നായി. അപ്പം അന്നത്തെ ഒരു നിയമം അനുസരിച്ചുകൊണ്ട് അവിടെ വന്ന് താമസിക്കുന്നത് കൊണ്ടോ പാസ്പോർട്ടോ വിസയോ ഒന്നും വേണ്ടാത്തൊരു കാലമാണ്. നമ്മൾ ഇന്നത്തെ ഒരു കാലത്തോട് ഇതിനെ താരതമ്യം ചെയ്യരുത്. അങ്ങനെ അവർ വന്നിട്ട് ഈ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന രാജാവിൻ്റെ കിങ്കരന്മാർ വന്നിട്ട് ഇവരോട് പറയും, നിങ്ങൾ ഇവിടുന്ന് പോകണം, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഒരിക്കലും അടക്കാൻ പറ്റാത്ത ഒരു നികുതി ഏർപ്പെടുത്തി, ഈ നികുതി നിങ്ങൾ അടക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരിക്കലും സമ്മതിക്കില്ല. കാരണം ഈ ഒരു വന്ന് നികുതി ആവശ്യപ്പെടുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ മാഹീൻ അബൂബക്കർ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടത്. ഉമ്മയോട് വന്ന് സമ്മതം ചോദിച്ചു, ഉമ്മ ഞാൻ ഹജ്ജിന് പോവാണ്, ഉമ്മയെ തനിച്ചാക്കിയിട്ടാണ് ഞാൻ പോകുന്നത്, ഇത്രയും ആളുകൾ നിങ്ങൾക്ക് സംരക്ഷകരായിട്ട് ഇവിടെ ഉണ്ട്, അതും പാവപ്പെട്ട ദലിതുകളായ ഗ്രാമീണരായ ആളുകളാണ്. ആ ഒരു വിശ്വാസത്തിലാണ് ഉമ്മയുടെ സമ്മതത്തോടെ മാഹീൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോകുന്നത്. അപ്പോൾ ആ ഉമ്മ പറഞ്ഞു, എൻ്റെ മകൻ ഹജ്ജിന് പോയിക്കാണ്, 1 വർഷമാവും കഴിഞ്ഞ് വരാൻ, അതുവരെ നിങ്ങൾ എനിക്ക് സാവകാശം തരണം. ഞാനിവിടെ ആരെങ്കിലും മോശം കാര്യത്തിനോ അല്ലെങ്കിൽ ഒന്നും നിൽക്കുന്നില്ല, ഞാൻ കുറച്ച് ആതുര സേവനങ്ങളാണ് ഞാൻ ചെയ്യുന്നത്, അതിനിവിടെ പ്രത്യേകിച്ച് കരം കൊടുക്കേണ്ടതില്ല എന്നാണ് നിയമം. പക്ഷെ നിങ്ങൾ എന്നെ മാത്രം ഉദ്ദേശിച്ച് ഇങ്ങനെ ഒരു കിരാത നിയമം അടിമപ്പെടുന്നതിൻ്റെ ഉദ്ദേശം വേറെയാണ്, തൽക്കാലം അത് നടക്കില്ല എന്ന് തീർത്തുകൂട്ടി പറഞ്ഞു ഈ ഭീമാ ബീവി റളിയല്ലാഹു അൻഹ. പക്ഷേ പട്ടാളക്കാർക്ക് അതിനൊന്നും തയ്യാറായില്ല. അവർ തിരിച്ചുപോയെങ്കിലും വീണ്ടും വന്ന് ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവർ പറഞ്ഞു, എൻ്റെ മകൻ തിരിച്ചു വരട്ടെ,
മകൻ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ചെയ്യാം. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞിട്ട് മഹീൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു നാട്ടിൽ വന്ന് ഉമ്മയെ കണ്ട് വാരിപ്പുണർന്നു. അപ്പൊ പറഞ്ഞു, ഇങ്ങനെ പൊന്നുമോനെ, ഇങ്ങനെ ഇവിടുത്തെ ഭരണാധികാരികൾ ഒരിടത്തും ചെയ്യാത്ത രീതിയിലാണ് നമ്മളോട് ബുദ്ധിമുട്ടിക്കുന്നത്, ഇനി അവരിങ്ങോട്ട് വരട്ടെ എന്നായി മഹീൻ അബൂബക്കർ. അങ്ങനെ മകൻ വന്നതറിഞ്ഞിട്ട് വീണ്ടും ഈ പട്ടാളക്കാർ വന്നു. പട്ടാളക്കാർ വന്ന സമയത്ത് അവരോട് മാന്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് ജനങ്ങളെ സേവിക്കലാണ്, ഈ ജനങ്ങൾ മുഴുവനും ഞങ്ങളുടെ കൂടെയാണ്, നിങ്ങൾ അനാവശ്യമായ നികുതി ഏർപ്പെടുത്തിയാൽ ഒരിക്കലും അത് തരാൻ കഴിയില്ല. അങ്ങനെ അതൊരു യുദ്ധത്തിന്റെ വക്കിലെത്തി. യുദ്ധത്തിന്റെ വക്കിലെത്താനൊരു കാരണമുണ്ട്. ആ സമയത്ത് ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ മഹീൻ അബൂബക്കറിന്റെ നേരേക്ക് ഒരാൾ കയ്യോങ്ങി അടിക്കാൻ വന്നത് തടുത്തു ആര് മഹീൻ അബൂബക്കർ. ആ തടുത്തതിന് ശേഷം ആ ഒരു അടിയിൽ, തിരിച്ചടിയിൽ അദ്ദേഹം പൊടുന്നനെ മരണപ്പെടുകയും ചെയ്തു. ഇതോടുകൂടി രംഗം വഷളായി. അതൊരു യുദ്ധത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമായി. ഒരു ഭാഗത്ത് വളരെ വലിയ മാർത്താണ്ഡവർമ്മ രാജാവിന്റെ പട്ടാളവും മറുഭാഗത്ത് സാധാരണക്കാരായ കുറച്ച് ആളുകളും മഹീൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഉമ്മയുടെ സമ്മതം വാങ്ങിയിട്ട് ആ പൊന്നുമോൻ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി. ആ യുദ്ധക്കളത്തിൽ ആദ്യമൊക്കെ വളരെ ഗംഭീരമായിട്ട് പിടിച്ചു നിന്നു മഹീൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരു പോരാളിയൊന്നുമല്ല, അദ്ദേഹം ഒരു യോദ്ധാവല്ല, ഒരു സാധാരണക്കാരൻ, ജനങ്ങൾക്ക് ആശ്രയമാകാൻ കഴിയുന്ന ഒരു സൂഫി വര്യനും ഒരു ചികിത്സകനുമൊക്കെ ആയിരുന്നു. പക്ഷേ ചതിപ്രയോഗത്തിൽ മഹീൻ അബൂബക്കറെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തി. ആ കൊലപ്പെടുത്തിയിട്ടൊരു ഭാഗത്തിട്ടു. ഇത് കണ്ടപ്പോൾ ഉമ്മയുടെ ഹൃദയം പൊട്ടി. തൻ്റെ മകൻ നന്മയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഷഹീദായത്. അന്ന് മുതൽ അദ്ദേഹം ഷഹീദ് മഹീൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്നായി. ആ യുദ്ധം അവിടെ അവസാനിച്ചു. ആ ഉമ്മ മകൻ നഷ്ടപ്പെട്ട വേദനയിൽ 40 ദിവസം കഴിഞ്ഞപ്പോൾ ആ ഉമ്മയും മരണപ്പെട്ടു. ആ ഉമ്മ പറഞ്ഞിരുന്നു, എൻ്റെ മകനെ എവിടെയാണോ ഖബറടക്കിയതിനടുത്ത് എന്നെയും ഖബറടക്കണേ എന്നുള്ളത്. അങ്ങനെയാണ് ഈ 2 പേരുടെ ഖബറുകളും ഒന്നിച്ചുണ്ടായത്. പിന്നീട് അവിടെ വർഷങ്ങൾക്ക് ശേഷം കല്ലടി മസ്താൻ റളിയല്ലാഹു അൻഹു എന്ന പേരിൽ മറ്റൊരു മസ്താൻ അവിടെ വരികയും 33 വർഷം അവിടെ താമസിക്കുകയും ജനങ്ങളുടെ ആദരവ് പിടിച്ചു വാങ്ങുകയും അദ്ദേഹത്തിന്റെ ഖബറും ഇന്ന് അവിടെയുണ്ട്. ഈ ഒരു ഭാഗം ഇന്നും അവിടെ ഒരു കിണർ കാണാം, എന്താ പറയാ, മരുന്ന് കിണർ എന്നതിന് പറയാം, മരുന്ന് കിണർ. ആ ഭാഗത്താണ് അത്ര യുദ്ധത്തിൽ മഹീൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടത്. അവിടെ നിന്നുള്ള വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എന്ത് അസുഖങ്ങൾ മാറുമെന്നുള്ള വിശ്വാസമാണ്. അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ആ മരുന്ന് കിണറിലെ വെള്ളം കുടിച്ചിട്ടുണ്ടോ? ഞാൻ പോയ സമയത്ത് ഒരു 2006 ഞാൻ പോയത്. 2006 ഇപ്പൊ എത്ര വർഷമായി? ഒരുപാട് വർഷങ്ങളായി. അപ്പം അതുകൊണ്ട് അന്ന് ഞാൻ മരുന്ന് കിണറിലെ വെള്ളം കുടിച്ചോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നീട് ഞാൻ അവിടെ പോയിട്ടില്ല. അപ്പം ഏതായാലും പോകണം എന്നൊരു വലിയ ആഗ്രഹമുണ്ട്. ഇപ്പം അവിടെ ഉറൂസ് നടക്കുകയാണ്, ഗംഭീരമായ ഉറൂസാണ്, വലിയ ആഘോഷങ്ങളാണ്. തിരുവനന്തപുരംകാരുടെ ഒരു ആഘോഷമാണ് ഭീമാ പള്ളിയിലെ ഉറൂസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സർക്കാർ അവധി ഒരു ദിവസം കൊടുത്തു കഴിഞ്ഞു. ഇനിയും അവിടുത്തെ ആളുകൾ, ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇപ്പം ഇത് ഉറൂസിലിരുന്നിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകം കമൻറ്റ് ചെയ്യണം. ഞങ്ങളിത് ഉറൂസിലാണ് ഇരിക്കുന്നത്, എനിക്ക് വലിയ ആഗ്രഹമുണ്ട് അവിടുത്തെ ഉറൂസ് കാണാനും. അപ്പോൾ ഇത്തരം ചരിത്രങ്ങൾ, ഉറൂസൊക്കെ വരുമ്പോൾ ആ മഹാന്മാരുടെ ചരിത്രങ്ങളൊക്കെ ഒന്ന് ഓർക്കുന്നതും നമ്മൾ പഠിക്കുന്നതും അറിയുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്. ജനക്കൂട്ടല്ലേ, അവർക്ക് എല്ലാ സൗകര്യവും ഉണ്ടാക്കും. എല്ലാ പ്രാഥമിക സൗകര്യത്തിലും ഭക്ഷണത്തിൻ്റെ ഭാഗത്തും എല്ലാവിധമായ കാര്യങ്ങൾ ജമാഅത്തിന്റെ ഭാഗത്ത്, ഭീമാപള്ളി മുസ്ലിം ജമാഅത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. ഭേദമില്ലാതെ എല്ലാവർക്കും നമ്മുടെ ഇവിടെ ഭീമാപള്ളിയിൽ വന്ന നമ്മുടെ ആവശ്യങ്ങൾ എന്തും നേടിയെടുക്കാൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങളുടെ അനുഭവങ്ങൾ, ഭീമാപള്ളിയുമായുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.